ഇതൊരു സിനിമയായിട്ട് പോലും കൂട്ടാൻ പറ്റും. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. ഇതൊരു ഷോർട്ട് ഫിലിം ആയിട്ട് കൂട്ടിയാൽ പോലും വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഷോർട്ട് ഫിലിംസ്. ഇത്രയും വൃത്തിയായിട്ട സിനിമ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സ്ഥിരം ധ്യാൻ ശ്രീനിവാസന്റെ എല്ലാ പടം പോലെ തന്നെ ഇതും പൊട്ടാനാണ് ചാൻസ് ഉള്ളത്. സാറിന്റെ ഒരു പടം നാളെ ഇറങ്ങുന്നുണ്ടല്ലേ? സൂപ്പർ ഹിറ്റ് ആയിരിക്കും. ഇപ്പോഴുള്ള സാറിന്റെ എല്ലാ പടവും ഇറങ്ങുന്നതിന് മുൻപ് സൂപ്പർ ഹിറ്റ് ആയിരിക്കും. ഇന്റർവെല് കഴിഞ്ഞിട്ട് കൂടെ ഉണ്ടായിരുന്നവരൊന്നും കണ്ടില്ല. ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്ന സെക്കൻഡ് ഹാഫിൽ ഇല്ലായിരുന്നു. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പിന്നെ ക്ലൈമാക്സിന്റെ BGM എത്തിയപ്പോ തിരിഞ്ഞുവരും നോക്കാതെ ഇറങ്ങിപ്പോയി ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്കും. തിയേറ്ററിൽ കാണണ്ടല്ല, ടിവിയിൽ വരുമ്പോ കാണാം, അത്രേ ഉള്ളൂ. ജീവിതത്തിനെ കാണണമെന്ന് നീയാണോ എനിക്ക് പഠിപ്പിച്ചു തരിക? അല്ല, ഞാൻ സിനിമയെ എങ്ങനെയാണ് കാണേണ്ടത്, ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണേണ്ടത്, നീ എനിക്ക് പഠിപ്പിച്ചു തരണം. നിനക്കിത് വേണം. നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? 1.25 ദൈർഘ്യമുള്ളൊരു സിനിമ, 1.25 മണിക്കൂർ, ഒരു വലിയ സിനിമയുടെ പകുതി, ഒരു ഇന്റർവെൽ വരെയുള്ള ദൈർഘ്യം. എന്നിട്ട് പോലും 3 അസഹനീയ സിനിമ കണ്ടതിലും ഭീകരമായിരുന്നു ഈ 1.25 ടോർച്ചർ സഹിച്ച് തിയേറ്ററിലിരുന്നത്. അതുപോലത്തെ പരിപാടി ടെക്നിക്കൽ സൈഡൊന്നും പറയുന്നില്ല. മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് BGM ഇട്ടതാ, വേറൊന്നുമില്ല എന്നാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ?